വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് ആണ് നമുക്ക് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യാനുള്ളത്. സോ തേർഡ് കഴിഞ്ഞ് ഫോർത്തിലോട്ട് നമുക്കിനി അധികം സമയമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർച്ചിൽ നമുക്ക് എക്സാംസ് എക്സ്പെക്ട് ചെയ്യാം. സോ നമുക്ക് റെഗുലർ സ്റ്റുഡൻസിന് 4 സബ്ജക്ട്സും ദെൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് 5 സബ്ജക്ട്സ്, അഡീഷണൽ പേപ്പർ അടക്കം 5 സബ്ജക്ട്സ് വരുന്നുണ്ട്. ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ അതിനുശേഷം ഓരോ സബ്ജക്റ്റിന് എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ഓരോ സബ്ജക്റ്റിലും നല്ല മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളായി റിക്വസ്റ്റ് ചെയ്യണോ. സോ ആ ഒരു സീരീസാണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. അതിൽ ആദ്യത്തെ സബ്ജക്റ്റായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് പാർട്ട് 2 ആണ്. കാരണം നമുക്കറിയാം, തേർഡിലാണെങ്കിലും ഏറ്റവും വലിയ പേപ്പർ ആയിരുന്നു ടാക്സ്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് 4 സെമസ്റ്ററിൽ വരുന്നത്. സോ ഈ ഒരു സബ്ജക്റ്റിൽ തോൽക്കാതിരിക്കാൻ, പല കുട്ടികൾ അതാണ്, തോൽക്കാതിരിക്കാൻ, ഒന്ന് പാസ്സാവണമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹൈ മാർക്സിലോട്ട് പോകണമെങ്കിൽ ഇപ്പം പഠിച്ചു തുടങ്ങിയാലേ കാര്യമുള്ളൂ. കാരണം മാർച്ചിൽ നമ്മൾ എക്സാംസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാടുണ്ട്, വലിയൊരു പേപ്പറാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്ട്സ് ആണെങ്കിലും നമുക്ക് ഒരുപാട് കവർ ചെയ്യാനുണ്ട്. സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പേപ്പർ ഇതാണ്, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് പാർട്ട് 2 ആണ്. സോ നമ്മൾ തേർഡ് സെമസ്റ്ററിൽ പഠിച്ചത് എന്താണ്, ബേസിക്സ് ആണ് അല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച 5 ഹെഡ്സ്, ദെൻ അതിനുശേഷം ഈ പറയുന്ന ഡിഡക്ഷൻസ്, ടോട്ടലിംഗ് കമ്പ്യൂട്ടേഷൻ, അതുവരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇൻഡിവിജ്വലിൻ്റെ പഠിച്ചു, ടാക്സ് ലൈബിലിറ്റി അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വലും HUF-ഉം പഠിച്ച് അവസാനിപ്പിച്ചു. അത്രയാണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്, തേർഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അത് തന്നെ നമുക്ക് വലിയ ടോപ്പിക്കായിരുന്നു അല്ലേ, വലിയൊരു സബ്ജക്റ്റായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പേഴ്സൺസിൽ നമ്മൾ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ടാക്സിൽ പഠിച്ചിട്ടുണ്ട്. ആരൊക്കെയാ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ വരാ? നമ്പർ 1 ഇൻഡിവിജ്വല്, ദെൻ HUF, ദെൻ അതിനുശേഷം എന്താ, AOP അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വല്, ദെൻ ഫേം, കമ്പനി അല്ലേ, ദെൻ അതിനുശേഷം കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ ഒക്കെ ഇവരെല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ പേഴ്സൺസ് എന്ന് പറയുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ പേഴ്സൺസും ആർട്ടിഫിഷ്യൽ പേഴ്സൺസും, ഇത് രണ്ടും കൂടിയിട്ടാണ് പേഴ്സൺസ് എന്ന് പറയുക. സോ നമ്മൾ ടാക്സിൽ പഠിക്കുന്നത് എന്താ, പേഴ്സൺസ് അവർ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരായിട്ടുണ്ടെങ്കിൽ അവരുടെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ തേർഡിൽ നമ്മൾ HUF വരെയാണ് പഠിച്ചിട്ടുള്ളത്, 2 അല്ല, ഇൻഡിവിജ്വലിൻ്റെയും HUF-ൻ്റെയും. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ബാക്കിയുള്ള പേഴ്സൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സ്ഥാപനങ്ങളുടെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കലാണ് നമുക്ക് കണ്ടിന്യൂവേഷനായിട്ട് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിലബസിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ആദ്യത്തെ 3 മൊഡ്യൂൾസ് എന്ന് പറയണത് മൊഡ്യൂൾ നമ്പർ 1 ഫേംസ് ആണ്. ഫേമിൻ്റെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കലാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 1 പഠിക്കാനുള്ളത്. അതിൽ അസസ്മെൻറ്റ് ഓഫ് ഫേം, ബുക്ക് പ്രോഫിറ്റ് സാധാരണ നമുക്ക് ഇൻഡിവിജ്വലിലോ അതുപോലെ തന്നെ HUF-ലോ ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. അവിടെ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് നമ്മൾ പാർട്ട്ണർഷിപ്പ് പഠിച്ചിട്ടുണ്ട് പ്ലസ് 2-ൽ. അപ്പോൾ ആ കൺസെപ്റ്റ് ഓർമ്മയുണ്ടാവണം, അന്ന് പഠിച്ചത്. പിന്നെ ടാക്സ് ലൈബിലിറ്റിയിലോട്ട് പോകുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ് നിങ്ങൾ AMT തേർഡിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ദെൻ ടാക്സ് പ്ലാനിങ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 1. നമുക്ക് 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ SAക്കും
3 പാർട്ടിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ്. ടൈം എടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു മൊഡ്യൂളാണ് ആദ്യത്തെ ഫേംസ് വരുന്നത്. പിന്നെ ഈ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾക്ക് വരുന്ന ഒരു എന്താണ് 2 സ്ഥാപനങ്ങൾ അവരുടെ അസസ്മെൻ്റ് ആണ് ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയും ട്രസ്റ്റും. ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ള തന്നെയാണ്. 2 and 3 വെയിറ്റേജിലേക്കാണ് കൂടുതൽ ഫോക്കസ് വേണ്ടത്. അതാണ് പിന്നെ അസസ്മെന്റ് വരുന്നത്. ദെൻ വലിയൊരു ചാപ്റ്ററാണ് നെക്സ്റ്റ് കമ്പനി, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. SA 2 വെയിറ്റേജ് 3 വെയിറ്റേജ് മൂന്നിലും നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 3 കമ്പനി. അതിൽ തന്നെ ടോണേജ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് മറ്റൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ സമയം എടുത്ത് പഠിക്കേണ്ടതായിട്ട് വരുന്ന മൊഡ്യൂൾ നമ്പർ 1 ഉണ്ട്, മൊഡ്യൂൾ നമ്പർ 3 ഉണ്ട്. ചങ്ക് മൊഡ്യൂൾസ് ആണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ അസസ്മെന്റിലെ പേഴ്സൺസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ മൂന്ന് എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺസിന്റെ അസസ്മെന്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ള. ഈ 3 ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 70% അടുത്ത് മാർക്സ് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 1ഉം മൊഡ്യൂൾ നമ്പർ 3ഉം. ഇത് 2 and 3 വെയിറ്റേജിലേക്കും പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതൊക്കെ സമയം എടുത്ത് പഠിക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ, സ്റ്റെപ്പുകൾ ഓരോ ടോപ്പിക്ക് ഓരോ ഏരിയയിലും പഠിക്കാനുണ്ട്. ദെൻ പിന്നെ വരുന്നത് മൊഡ്യൂൾ നമ്പർ 4 മൊഡ്യൂൾ നമ്പർ 5 ആണ്. അത് എന്താണ് കുറേ തിയറി ഏരിയാസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം ഏരിയാസ് ഉണ്ട്. രണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്കാണ്. അതിൽ ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് SA പ്രതീക്ഷിക്കാം. ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജറൽ ഡിസിഷൻ, ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് മേക്ക് ഓർ ബൈ, ഓൺ ഓർ ലീസ്. നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിലൊക്കെ കേട്ടിട്ടുള്ളതല്ലേ. ഡിസിഷൻ മേക്കിങ്ങിൽ ഡൊമസ്റ്റിക് ഷട്ട് ഡൗൺ, കണ്ടിന്യൂ, ഇതിന് ഓരോന്നിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുണ്ട്. മെർജർ, അമാൽഗമേഷൻ, കൺസെപ്റ്റുകൾ, തിയറി നോക്കാനുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡിവിഡൻഡ് പോളിസി ആൻഡ് ബോണസ് ഷെയർ. അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മൊഡ്യൂളാണ് 4 വരുന്നത്. ദെൻ ഫൈനലി മൊഡ്യൂൾ നമ്പർ 5 ടാക്സ് പ്ലാനിങ് അണ്ടർ വാരിയസ് സർക്കംസ്റ്റാൻസസ്. തിയറി ഒരുപാട് നോക്കാനുണ്ട് അവിടെ. സ്പെഷ്യൽ ഇക്കണോമിക് സോണ്, എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണ്, ഇതിനെ കുറച്ച് തിയറി ഏരിയാസും കാര്യങ്ങളും പ്രോബ്ലംസിൻ്റെ കുറച്ച് കൺസെപ്റ്റൊക്കെ കവർ ചെയ്ത് പോകാനുള്ളൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 5. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സമയമെടുത്ത് പഠിക്കാനുള്ളത് ഫസ്റ്റ് 3 മൊഡ്യൂൾസാണ്. മൊഡ്യൂൾ നമ്പർ 4ഉം നമുക്ക് അത്യാവശ്യം കവർ ചെയ്യാനുള്ള ഒരു മൊഡ്യൂളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങിയാലേ കഴിയുള്ളൂ. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാലേ കഴിയുള്ളൂ. ഒരുപാടുണ്ട്, 5 മൊഡ്യൂൾ കവർ ചെയ്ത് പോകണ്ടേ. പ്രോബ്ലംസൊക്കെ നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോയാലേ നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പല കുട്ടികളും പറയും, എനിക്ക് എക്സാമുകളിൽ പ്രോബ്ലംസ് അങ്ങോട്ട് സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുമ്പോൾ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ച് റിവിഷൻ കിട്ടിയിട്ടില്ല കുട്ടിക്ക്. എന്ത് കാര്യങ്ങളും റിവൈസ് ചെയ്താലേ എക്സ്പേർട്ടായിട്ട് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേക്കും വേഗം കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് ഇതൊക്കെ വെച്ച് അവസാനം പ്രോബ്ലംസിന് വേണ്ടിയിട്ട് എന്താ എക്സാം ഹോളിലിരുന്ന് തപ്പിപ്പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ മുൻകൂട്ടി പഠിച്ചു തുടങ്ങാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള മൊഡ്യൂൾസിൻ്റെ കാര്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കിൻ്റെ കേസ്, ടാക്സിൻ്റെ കേസ് ആയതുകൊണ്ട് എപ്പോഴും ഓരോ വർഷം അല്ലേ മാറ്റങ്ങളുണ്ട്. നമുക്ക് തേർഡിൽ അങ്ങനെയായിരുന്നു. പക്ഷെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് കുറച്ച് ഏരിയയിൽ ഉണ്ടായിരുന്നുള്ളൂ. കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ എപ്പോഴും വരുന്ന മാറ്റങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾ ബുക്ക് എന്തായാലും 4th പുതിയ മേടിക്കുമ്പോൾ പറഞ്ഞാൽ മേടിച്ചോളൂ. അതല്ലാണ്ട് വേറെ വലിയ ചേഞ്ചസ് ഒന്നും പറയാനില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ളൂ. അതല്ലാണ്ട് ഈ പറയുന്ന ഏരിയാസിലൊന്നും പുതിയ മാറ്റങ്ങളെന്നൊക്കെ പറയാൻ വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ തേർഡിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു CAയിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ ഇപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാൽക്കുലേഷനിൽ വന്നിട്ടുള്ളൊരു ചെറിയ മാറ്റം, അങ്ങനെ 1-2 ഏരിയാസ് തേർഡിലുണ്ടായിരുന്നു മാറ്റം. അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ ചേഞ്ചസ് ഒന്നും നമുക്ക് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല, ചെറിയ 1-2 ഏരിയയിൽ അല്ലേ. ഇവിടെ വരുമ്പോൾ എന്താ അതുപോലെ തന്നെ അല്ല, അതുപോലത്തെ അത്രത്തോളം ഒന്നും മാറ്റങ്ങളൊന്നും ഇവിടെ ഇല്ല. മെജോറിറ്റി എന്താണ് സെയിം തന്നെയാണ്, മെജോറിറ്റി അല്ല സെയിം തന്നെയാണ് വരുന്നത് എല്ലാതും. അപ്പോൾ ബുക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ
പഠിക്കാൻ ഏറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യുക, പുതിയ ബുക്ക് ഒരെണ്ണം മേടിക്കുക, പഠിക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് ദാറ്റ്സ് ഇനഫ് ഫോർ യു എക്സാമിന്. ആ ഒരു പാറ്റേണിനെയാണ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കണ്ടുവരാറ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ദെൻ ഈ പറയുന്ന എല്ലാ കുട്ടികളും വെയിറ്റ് ചെയ്തിരിക്കുന്ന എക്സാം റിലേറ്റഡ് ലൈവ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തേർഡിന് വെക്കാൻ പറ്റിയില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്രാവശ്യം ചെയ്യാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എന്താ ഏറ്റവും അവസാനം, അത് കുറച്ച് നേരത്തെ ഇട്ട് വിടുക എന്നുള്ളത്. ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എന്ന് പറയുന്നത് ആദ്യം മുതൽ മര്യാദയ്ക്ക് പഠിച്ച് നടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല. ഞാൻ ഇപ്പോഴും പറയണു, നല്ല രീതിയിൽ ഹൈ മാർക്സിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങണം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ ചെയ്യും. അവർ ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഹൈ മാർക്സിലോട്ട് പോകാൻ പറ്റും. ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് എസ്പെഷ്യലി പലരും എക്സാമിൻ്റെ ഈ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഈ പഠിക്കാതിരിക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണത്, മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണല്ലോ അതിന് ആ ഒരു പേരിടുന്നത്. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കുക കൺസെപ്റ്റ്. പല കുട്ടികളും പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നെറ്റ് എഴുതണം, അതുപോലെ തന്നെ വേറൊരു പോസ്റ്റിലോട്ട് പോകണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന മൊത്തം സബ്ജക്റ്റ് നോളജ് ഉണ്ടാവണം. അതിന് മുഴുവൻ പഠിക്കണം, നോട്ട് ജസ്റ്റ് എക്സാം ഓറിയൻറ്റഡ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് പാർട്ട് 2-ൻ്റെ എന്താണ് സബ്ജക്റ്റ് ഡീറ്റെയിൽസും അതിന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട അപ്രോച്ചും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതിൽ വല്ല പ്രയോറിറ്റൈസേഷൻ ഉണ്ടോ എന്നുള്ളത്. ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതല്ലാണ്ട് ഇപ്പോൾ നമ്മൾ തേർഡിൽ പറഞ്ഞ പോലെ ആദ്യം ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇത്, അങ്ങനത്തെ ഒരു ഇതില്ലേ. നിങ്ങൾക്ക് ഈ പറയുന്ന 3 മൊഡ്യൂൾസിൻ്റെ 3 പേഴ്സൺസിൻ്റെ അസസ്മെൻറ്റ് നമ്മൾ നേരത്തെ തന്നെ കണ്ടിന്യൂഷനായിട്ട് അത് തന്നെ പഠിക്കുക. അതിനുശേഷം ഈ പറയുന്ന 4 എന്നാൽ കറക്റ്റ് സാധാരണ ഓർഡറിൽ തന്നെ പോയാൽ മതി. ഓക്കെ, ചില സബ്ജക്റ്റിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ ഓർഡറിൽ പഠിക്കേണ്ട. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ മൊഡ്യൂൾ ആദ്യം പഠിക്കുക. അത് ഈ ഒരു സബ്ജക്റ്റിലില്ലേ നിങ്ങൾക്ക് ഓർഡറിൽ തന്നെ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായും മാറ്റിവെക്കുക, എന്നാലും ഇതൊക്കെ പോസിബിൾ ആവുള്ളൂ, നല്ല മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. 4th നല്ല മാർക്സ് സ്കോർ ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിലും ജോബിലോട്ട് പോവുകയാണെങ്കിലും എന്തിനും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.